ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മെയ് 23 തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്നുള്ള 5 സിനിമകളുടെ അഭിപ്രായ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ മലയാളത്തിൽ നിന്നുള്ള സിനിമകളിലേക്ക് വരികയാണെങ്കിൽ നരിവേട്ട ടൊവിനോ നായകനായി എത്തിയ ഇന്നത്തെ പ്രധാനപ്പെട്ട മലയാളം റിലീസാണ്. ഒരു ഇമോഷണൽ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയ്ക്ക് വളരെ മികച്ച പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് തിയേറ്ററുകളിൽ ലഭ്യമായത്. അങ്ങനെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായതോടെ ഇപ്പോഴത്തെ സിനിമയ്ക്ക് വളരെ മികച്ചൊരു ബുക്കിംഗും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറിൽ മാത്രം 3500ഓളം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ ടൊവിനോ സിനിമ വിറ്റഴിച്ചിരിക്കുന്നത്. നല്ലൊരു കളക്ഷൻ ആദ്യ ദിവസം ഉണ്ടാകുമെന്ന് ഈ റിപ്പോർട്ട് ഉറപ്പ് നൽകുന്നുണ്ട്. രണ്ടാമത്തേത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയ സിനിമയുടെ റിപ്പോർട്ടാണ്. സിനിമയ്ക്കും നേരത്തെ പ്രേക്ഷകർ അറിയിച്ചതുപോലെ തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മലയാളത്തിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു പോസിറ്റീവ് ലഭ്യമായ എന്റർടൈനർ സിനിമയായിട്ട് ചിത്രം മാറുന്നു. സിനിമയുടെ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ പതിവ് ധ്യാൻ സിനിമകൾക്ക് ഒരിക്കലും കാണാത്ത ലെവൽ ബുക്കിംഗ് ആണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ നേടിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ മാത്രം 1000-ലധികം ടിക്കറ്റുകൾ സിനിമ വിറ്റഴിച്ചിട്ടുണ്ട്. സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ രാത്രിയോടെ അറിയാനായിട്ട് കാത്തിരിക്കൂ. മോളിവുഡിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മൂന്നാമത്തെ സിനിമ ആസാദി എന്ന സിനിമയാണ്. ശ്രീനാഥ് ബാസി, വാണി വിശ്വനാഥ്, ഒപ്പം തന്നെ സൈജു കുറുപ്പ്, ലാൽ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമ ഒരു സസ്പെൻസ് നിറഞ്ഞ ത്രില്ലർ സിനിമയാണ്. സിനിമയുടെ അഭിപ്രായങ്ങൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ആവറേജിന് മുകളിലുള്ള എബോ ആവറേജ്, ഡീസന്റ്, പോസിറ്റീവ് തുടങ്ങിയ അഭിപ്രായങ്ങളാണ് സസ്പെൻസും ഡിജിറ്റെല്ലാം തന്നെ അടങ്ങിയ ആസാദി എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെയും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അതറിയാനായിട്ട് കാത്തിരിക്കൂ. ഭൂൽ ചുക്ക് മാഫി എന്ന ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ്. വാമിക ഗബ്ബി, രാജ്കുമാർ റാവു തുടങ്ങിയവർ അഭിനയിച്ച സിനിമ ബോളിവുഡിൽ അടുത്ത എന്റർടൈനർ സിനിമയാണ്. ചിത്രത്തിന് മിക്സഡ് സ്വഭാവമുള്ള അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ചിത്രം ഉടനെ OTT റിലീസ് ആകുമെന്നാണ് മറ്റൊരു പ്രധാന അപ്ഡേറ്റ്. എയ്സ് എന്ന തിയേറ്ററുകളിലേക്ക് എത്തിയ വിജയ് സേതുപതിയുടെ തമിഴിൽ നിന്നുള്ള സിനിമയാണല്ലോ. നേരത്തെ ട്രെയിലർ എല്ലാം തന്നെ റിലീസ് ചെയ്തപ്പോൾ നെഗറ്റീവ് വൈബും അതോടൊപ്പം തന്നെ വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് എയ്സ് എങ്കിൽ പോലും ഇപ്പോഴത്തെ പ്രതീക്ഷിച്ച പോലൊരു മോശം അഭിപ്രായം സിനിമ നേടിയെടുത്തിട്ടില്ല. ആക്ഷനും കോമഡി എല്ലാം തന്നെ അടങ്ങിയ വിജയ് സേതുപതിയുടെ എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ എയ്സിന് ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ് തുടങ്ങിയ അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും സിനിമയുടെയും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അതറിയാനായിട്ട് കാത്തിരിക്കൂ. കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കേട്ട് കാത്തിരിക്കൂ.